ഇനി നമ്മൾ പോകുന്നത് രാജ്യതലസ്ഥാനത്തേക്കാണ്. അവിടെ ബൽറാം നെടുങ്ങാടിയുണ്ട്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. രാജ്യതലസ്ഥാനം ഏത് രീതിയിലാണ് ഈ പണിമുടക്കിനോട് പ്രതികരിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. 10 ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നു. എന്നാൽ ഈ പണിമുടക്കിന്റെ ആദ്യ മണിക്കൂറുകളിൽ രാജ്യ തലസ്ഥാനത്തെ ഒട്ടും തന്നെ പണിമുടക്ക് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. സാധാരണ നിലയിൽ തന്നെ സർവീസ് നടത്തുന്നുണ്ട് വാഹനങ്ങൾ. അത് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങുന്നുണ്ട് സാധാരണ നിലയിൽ തന്നെ. അതേസമയം മറ്റ് വ്യാവസായിക മേഖലയെ ആയിരിക്കും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുപണിമുടക്ക് ബാധിക്കുക. അത് രാവിലെ ഈ ഫാക്ടറികളടക്കമുള്ളവ വ്യവസായശാലകൾ തുടങ്ങുന്ന സമയം ആകുമ്പോൾ മാത്രമായിരിക്കും അതിൻ്റെ ആഘാതം എത്രത്തോളം എന്നുള്ളത് വ്യക്തമാവുക. അത് ഡൽഹിക്ക് സമീപമുള്ള ഗാസിയാബാദ്, ഫരീദാബാദ്, ഗുരുഗ്രാം ഉൾപ്പെടെയുള്ള മേഖലകളിലെ തൊഴിൽശാലകളെ ആയിരിക്കും കാര്യമായ ഈ പണിമുടക്ക് ആഘാതമുണ്ടാക്കുക. ഡൽഹിയിലെ ടാക്സി, മോട്ടോർ തൊഴിലാളികൾ അടക്കമുള്ളവർ ഇന്നും സർവീസ് നടത്തുന്നുണ്ട്. സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള പൊതുപണിമുടക്കുകളിലോടൊന്നും തന്നെ അനുഭാവപൂർവമായ ഒരു സമീപനം ഡൽഹിയിലെ തൊഴിലാളികൾ സ്വീകരിക്കാറില്ല എന്നുള്ളതാണ് ചരിത്രം. ഇത്തവണയും അതിൽ നിന്നും വ്യത്യസ്തമല്ല സാഹചര്യം. എന്നാൽ ഈ പണിമുടക്കുന്ന തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് ഡൽഹിയിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഡൽഹിയിൽ 2 ഇടങ്ങളിലാണ് ജന്തർ മന്ദർ അടക്കം പ്രതിഷേധങ്ങൾ നടക്കുക. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ കേന്ദ്ര നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പ്രതിഷേധം ജന്തർ മന്ദറിൽ നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ വ്യവസായശാലകൾക്ക് പുറത്ത് പണിമുടക്കുന്ന തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. അത് രാവിലെ മുതൽ തന്നെ ആരംഭിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ, അത് 4 തൊഴിൽ കോഡുകൾ അടക്കമുള്ളവ പിൻവലിക്കണം, ഇന്ത്യ US വ്യാപാര കരാർ തുടങ്ങിയ വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് 10 ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി ഇത്തരത്തിൽ ഒരു 24 മണിക്കൂർ പൊതുപണിമുടക്കിന് ആഹ്വാനം നൽകിയിരിക്കുന്നത്. ആ പൊതുപണിമുടക്കിന് രാജ്യത്തെ 500ഓളം കർഷക സംഘടനകളുടെ പിന്തുണയുള്ള സംയുക്ത കിസാൻ മോർച്ചയും ഒപ്പം തന്നെ കർഷക തൊഴിലാളി സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിലെ ഗ്രാമീണ മേഖലകൾ ഈ ഒരു പൊതുപണിമുടക്കിൽ നിശ്ചലമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യവ്യാപകമായി 30 കോടി തൊഴിലാളികൾ ഈ ഒരു പൊതുപണിമുടക്കിന്റെ ഭാഗമാകും എന്നാണ് തൊഴിലാളി യൂണിയനുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ രാജ്യവ്യാപകമായി 1000-ലേറെ ഇടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും പൊതുപണിമുടക്കിനോട് അനുബന്ധിച്ച് നടക്കുന്നുണ്ട്. മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുപണിമുടക്കിൽ പൂർണ്ണമായും നിശ്ചലമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജാർഖണ്ഡും പശ്ചിമ ബംഗാളും അടക്കമുള്ള സംസ്ഥാനങ്ങൾ പൊതുപണിമുടക്ക് കാര്യമായി തന്നെ ആഘാതമുണ്ടാക്കും എന്നാണ് കണക്കാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.